മരണം പതിയിരിക്കുന്ന പഴയ കുറാഞ്ചേരി ജംഗ്ഷൻ അപകട പരമ്പരകൾ എണ്ണിമെടുത്തു നാട്ടുകാർ. പ്രദേശത്തുണ്ടായ അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരും അത്യാസന്ന നിലയിൽ കിടപ്പിലായവരുമൊക്കെ നിരവധിയാണ്. വീണ ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട്. 2025 ജനുവരി മുതൽ കഴിഞ്ഞ 3.5 മാസ കാലയളവിൽ മാത്രം 150-ൽ പരം ചെറുതും വലുതുമായ അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസവും 1.5 മണിക്കൂർ ഇടവേളയിൽ നടന്നത് 3 അപകടങ്ങളാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ കാറും മിനി ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു ആദ്യ അപകടം. മൈസൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഭാഗികമായും മുണ്ടത്തിക്കോട് രാഗദീപം ബാൻസെറ്റ് ഗ്രൂപ്പ് സഞ്ചരിച്ചിരുന്ന ബസ്സിന്റെ മുൻവശവും തകർന്നു. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 1.5 മണിക്കൂറിനുള്ളിൽ അടുത്ത അപകടം സംഭവിച്ചു. പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി. മിനിറ്റുകൾ പിന്നീട് മുമ്പ് കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മുണ്ടത്തിക്കോട് സ്വദേശിനിയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറാഞ്ചേരി കേച്ചേരി പാതയിൽ 4 റോഡുകൾ സംഗമിക്കുന്ന സെന്ററിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് വെല്ലുവിളിയാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ ചുരുങ്ങിയത് 100-125 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ അമിതമായ വേഗത്തിൽ വരുന്നു എന്നുള്ളൊരു പ്രശ്നം. അതിനോടൊപ്പം തന്നെ വേഗം നിയന്ത്രിക്കാൻ PWD അധികൃതർ ചെയ്യേണ്ട റിഫ്ലക്റ്റിംഗ് ലൈറ്റുകളുടെ ഹമ്പുകളോ സ്പീഡ് ലിമിറ്റ് കുറിച്ച് വയ്ക്കുന്ന ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടകരമായിട്ടുള്ളൊരു അമീബ പോലത്തെ ഒരു ജംഗ്ഷനാണ്. അതൊക്കെ ഒരു കാരണം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകട പരമ്പര തന്നെയാണത്. ഇത്ര കാലമായിട്ടും അധികൃതർ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യസനം ഉണ്ട് ഈ നാട്ടുകാരെന്നുള്ള ലെവലിൽ. ഗൂഗിൾ മാപ്പ് നോക്കി ഈ വഴി തിരഞ്ഞെടുക്കുന്ന വാഹനയാത്രികരുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്. അമിത വേഗതയും അശ്രദ്ധയും പലപ്പോഴും അപകടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. PWD അധികൃതർ ഇടപെട്ട് മാസങ്ങൾക്ക് മുമ്പ് ജംഗ്ഷനിലെ 4 വശത്തേക്കും തിരിയുന്ന റോഡുകളിൽ ഫ്ലെക്സി പോൾ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകട പരമ്പരകൾക്ക് ഒരു കുറവുമില്ല. അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പ്രദേശത്ത് വേഗനിയന്ത്രണ സംവിധാനങ്ങളോ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ ഒരുക്കി ജനജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയില്ലായ്മയാണ്, അനാസ്ഥയാണ് ഈ മരണങ്ങൾക്കും ഈ അപകടങ്ങൾക്കും കാരണം. ഇതിന് ഉത്തരവാദികളെ ആയ ആളുകൾ ഇതിന് സമാധാനം പറയേണ്ടവരും ഈ ജീവനും ഈ പാവപ്പെട്ടവൻ്റെ ജീവൻ പോകുമ്പോൾ ഇവിടെ ബസ്സുകാർ, ബൈക്കുകാർ, അതുപോലെ തന്നെ കാറുകാർ, എല്ലാവരും 3 വീലർ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും അപകടത്തിൽപ്പെടുന്നു. എന്തുകൊണ്ട് അപകടത്തിൽപ്പെടുന്നത് എന്ന് ശാസ്ത്രീയമായി ഇവരൊരു പഠനം നടത്തുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗ നിയന്ത്രണ ബോർഡുകൾ വയ്ക്കുന്നില്ല, ഒരു സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നില്ല. ഇതുപോലെ തന്നെ പാർലിക്കാട് അപകടം ഉണ്ടായപ്പോൾ ഒരു സഹോദരൻ, ഓട്ടോറിക്ഷക്കാരൻ സഹോദരൻ, എൻ്റെ ഈ സുഹൃത്തായിരുന്നു രാമേന്ദ്രൻ, മരിച്ചപ്പോഴാണ് അവിടെയും വേഗ നിയന്ത്രണ ബോർഡ് വെച്ചതും അവിടെ സിഗ്നൽ ലൈറ്റ് വെച്ചത്. ഇത് അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഇവിടെ വേഗ നിയന്ത്രണ ബോർഡ് വയ്ക്കണം, ചെറിയ ചെറിയ ഹമ്പുകൾ ഉണ്ടാക്കണം, ലൈറ്റ് വയ്ക്കണം. മഞ്ഞ ലൈറ്റ് വെച്ചുകൊണ്ട് സ്പീഡ് നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെയും ഇനിയും വരും ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ജീവൻ എൻ്റെ ഉൾപ്പെടെ നഷ്ടപ്പെടാതിരിക്കാൻ അടിയന്തരമായി ഗവൺമെൻറ് ഇതിൽ ഇടപെടണം, ഉദ്യോഗസ്ഥന്മാർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്.